സോ ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആട്ടോ. രാവിലെ നമുക്ക് 8-ന്റെ പണിയാട്ടോ ഇട്ടേക്കുന്നത്. എന്താ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ കാർപ്പിന്റെ ടാങ്ക് വരുന്നത്. ഇത് ഞാൻ പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുള്ള ടാങ്കാണ്. നെറ്റ് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കോഴിക്കാർപ്പാട്ടോ കിടക്കുന്നത്. നല്ലോണം നമ്മുടെയൊക്കെ ഇണങ്ങിയ മീനാട്ടോ. കൈ വെക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടിയേക്കുന്ന പണി എന്താന്ന് വെച്ചാൽ അതേ കണ്ടില്ലേ, നമ്മുടെ ഒരു മിൽക്കി കാർപ്പ് രാവിലെ കഴിഞ്ഞപ്പോൾ ഡെഡായി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു ടാസ്ക്കാണ്. എന്തായാലും ഫുൾ വീഡിയോ കണ്ടു. ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആട്ടോ. അത് നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം നമുക്കറിയില്ല, നോക്കണം എന്തായാലും. ഫുഡിൻ്റെ ആണോ അത് വെള്ളത്തിൻ്റെ തന്നെ ആണോ എന്നറിയില്ല, നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വെള്ളം കളയണ ഭാഗം വരണേ. നമുക്ക് തുറന്നു വിടാം. വെള്ളം നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഇതിലെ വെള്ളം നമ്മൾ എന്തായാലും വെറുതെ കളയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട യോസിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുളത്തിലേക്ക് വിടാം. ഇതിലെ വെള്ളം നമ്മൾ നേരെ നമ്മുടെ കുളത്തിലേക്ക് പോകുന്നൊരു സെറ്റപ്പായിട്ട് ഇവിടെ ചെയ്തേക്കുന്നത്. വെള്ളം വെറുതെ പോകുന്നതിൽ നല്ലതല്ലേ. ഇതേ കണ്ടില്ലേ, ഇതുപോലെയാണ് കുളത്തിലേക്ക് നമ്മുടെ വെള്ളം പോകുന്നത്. ഈ ഒരു ടാങ്കിലെ മീനിൻ്റെ കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം നമ്മുടെ മീൻ വറ്റിയെന്ന്. കാലിട്ടപ്പോഴത്തേക്കും തന്നെ കാല വന്നെല്ലാവരും കടിക്കാൻ നോക്കുന്നുണ്ട്. ഐ ഐ അല്ലല്ലേ, അതുപോലെ ഇണങ്ങിയതാട്ടോ എല്ലാവരും. ഇതിലെ വെള്ളം നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ സൈഡിൽ നമ്മൾ തേച്ച് വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി താഴോട്ട് പോകുന്നതനുസരിച്ച് എല്ലാ സൈഡും നമുക്ക് വൃത്തിയാക്കാം. പിന്നെ നമുക്ക് വരുന്ന പണിയെന്ന് വെച്ചാൽ ഈ മീനുകളെല്ലാം എടുത്ത് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ ടാങ്കിലോട്ട് ഇടുന്ന പോലെയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് അത് കാണാം. ഇതിലെ പൈപ്പിലൊക്കെ നല്ല അഴുക്കാട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് ഇനി മീനെല്ലാം പിടിച്ച് നമുക്ക് ടാങ്കിലെടുക്കണം. വെള്ളം നമുക്ക് ഒരുമാതിരിപ്പെട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനെ പിടിച്ച് അടുത്ത പരിപാടി. പല ദിവസം നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ഒരു കാർപ്പാട്ടാ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം തന്നെ പിടിച്ച് ഇതേ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാർപ്പിനെ നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള അഴുക്കെല്ലാം അടിച്ച് കഴുകി നമുക്ക് വൃത്തിയാക്കണം. ഇനി നമുക്ക് വരുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കിൽ ഇനി സൈഡ് അടിഭാഗത്ത് ഇച്ചിരിയുടെ വെള്ളമുണ്ട്. അതിന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെറിയ മീനുണ്ടോയെന്ന് തോന്നുന്നത്. ഞാൻ അതിനും കൂടെ പിടിച്ച് മാറ്റണം. അപ്പം ഞാൻ അത് അറിയാം. ഞാൻ പറഞ്ഞില്ല അടിയിൽ ചെറിയൊരു മീനോടുണ്ടെന്ന്. അവനാട്ടെന്ന് അതിന് നമുക്ക് ഇനി നൈസായിട്ടും പോരാ. ഇതേ കണ്ടില്ലേ, ഏതാണ്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ മീനെല്ലാം മാറ്റിയേക്കുന്ന കേട്ടോ. അതേണ്ടേ ഇതിപ്പോൾ നോക്കിയാൽ കാണാതിരിക്കും. ഇതിലേക്കാണ് നമ്മുടെ മീനെല്ലാം ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടേക്കാണ്. ഇത് നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് നമ്മുടെ ഈ ടാങ്കിൻ്റെ. പക്ഷെ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ മീനെ ഇങ്ങോട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു മിൽക്കി കാർപ്പിൻ്റെ കൂടുള്ളവനാണ് നമ്മൾ രാവിലെ ഡെഡായത്. അപ്പോൾ തന്നെ നമ്മൾ നോക്കിയില്ല, ടാങ്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാണ് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് കാണാം കേട്ടോ. നമ്മൾ വേണ്ട അവിടേക്കാണ് ഇപ്പോൾ വെള്ളം നിറയ്ക്കുന്നത്. നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് തന്നെ അവിടെ നിന്ന് നിറഞ്ഞ് നമ്മുടെ ടാങ്കിലേക്ക് വീഴുന്നൊരു സെറ്റപ്പിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അതാകുമ്പം നല്ല രീതി കലങ്ങി അടിച്ചങ്ങ് വരട്ടെന്ന് വെച്ചിട്ടാണ്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴും ടാങ്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ഈ വലിയവന്മാരെല്ലാം ഒഴിച്ച് നമ്മുടെ പുതിയവന്മാരെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ ഈ ടാങ്ക് വന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ വലിയവർക്കത് ശീലമായതുകൊണ്ട് അവർ വലുതായിട്ടൊന്നും കുഴപ്പമില്ലാതാണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷേ ആ ചെറിയവന്മാരെ കണ്ടില്ലേ മേളിൽ നിന്ന് നിൽക്കുന്നത്, അതെന്തൊക്കെ ഒരു പ്രശ്നമുള്ളവരാണ് കാണുന്നത്. കുഴപ്പമില്ലായിരിക്കും. നമ്മൾ ടാങ്ക് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിയായിരിക്കും. ഈ ടാങ്ക് കിടക്കുന്ന കാണാൻ തന്നെ ഇവന്മാർ നല്ല രസം കേട്ടോ. കോഴിക്കാർപ്പെന്ന് പറയുന്ന അല്ലെങ്കിലും നല്ല രസമുള്ള മീനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ അമ്മമാർക്ക് എന്ത് രസമായിട്ടാണ് അത് കിടക്കുന്നതെന്ന്. ഇത് ആ ഒരു സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് അമ്മമാരെങ്ങനെ വേണം. ദൈവനെ ഞാൻ പറഞ്ഞ കേട്ടോ, കബൂട്ടോ ടൈപ്പ് പറഞ്ഞു. കബൂട്ടോ കോഴിയാണ് ഈ പോകുന്നത്. ഇത് കാണാൻ പറ്റും. അതെ. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇതുവരെയുള്ള അപ്ഡേറ്റ് എന്ന് പറയുക. ഇനി വെള്ളം നിറഞ്ഞിട്ടായിരിക്കും നമ്മൾക്ക് ഇനി മീനെ പിടിച്ചിടേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സീൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന പായലുണ്ട്, അത് നമുക്ക് തിരിച്ചിടണം ആദ്യമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനെ പിടിച്ചിടേണ്ടതുണ്ട്. ഈ പായലാണെന്ന്. എൻ്റെ വേരൊക്കെ അത് കടിച്ച് പറിച്ചു കേട്ടോ. എന്നാലും നമ്മൾ പാലെല്ലാം തിരിച്ചിട്ട് നമുക്ക് മീനെ പിടിച്ചിടാം കേട്ടോ. ഇതൊക്കെ ഒരു തന്നെ നമ്മുടെ 3 പേരെ കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെ നമുക്ക് നൈസായിട്ട് റിലീസ് ചെയ്യാം. 4 പേരെ ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. വലിയവനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ വലിയ നല്ല രീതി നമ്മളോട്ട് ഇണങ്ങിയതോ. ഇനി ഞാൻ 10 പഠിക്കുമ്പോൾ മേടിച്ചു കേട്ടോ. അപ്പോൾ എത്ര വർഷമായി? 10. ഇപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പം 3 വർഷത്തോളം സ്കൂൾ ഡേയ്സിനാണ് നമ്മൾ അടുത്തത്. ഈ അടുത്തവൻ
അതിനെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞാണ് അടുത്ത 2 പേരോടെ പിടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ 2 പേരോടെ വെച്ചിട്ടുണ്ട്. ഇതിനും അത്യാവശ്യം പ്രായമുള്ളത് കേട്ടോ. അത് ഏകദേശം നമ്മൾ ആദ്യം പറഞ്ഞ കോഴിക്കാർപ്പിൻ്റെ അത്രയും ഉണ്ട്. ഇതൊക്കെ പിന്നെ പുതിയതായിട്ട് എടുത്തതാണ്. ഇതുകൊണ്ട് ഇവർ അടുത്ത കുഞ്ഞത്, അടുത്ത 2 പേരുണ്ട് കുഞ്ഞത്. ഞാൻ കണ്ടില്ലേ, ഇവരൊക്കെ നമ്മൾ ഈയിടയ്ക്ക് മേടിച്ചു. പക്ഷേ ആ 2 പേര് നല്ല പ്രായമാണ്. ഇതിന് നമുക്ക് സത്യം പറഞ്ഞ ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ഈ ഒരുത്തൻ 2 പേരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 2 പേരായിട്ട് വന്നാലും അവസാനം തന്നെ നമ്മളെ മിൽക്കി കാർപ്പിൻ്റെ അവസ്ഥ പോലെ തന്നെ ഒരങ്ങനെ ഒറ്റയ്ക്കാവും. 2 പേരായിട്ട് ഇവിടെ വാഴത്തില്ല. അതെന്താണെന്ന് നമുക്കറിയില്ല. ഇത് നമ്മൾ ഈ ഇടയ്ക്ക് മേടിച്ചൊരു കബൂട്ടയുടെ കുഞ്ഞാണ്. ഇത് ഓറഞ്ച് കളറാണ്. മറ്റേ ഇച്ചിരി റെഡിഷ് ഷെയ്ഡും മറ്റേ ഗോൾഡൻ കളറായിരുന്നു. ഇച്ചിരി ഓറഞ്ച് ഷെയ്ഡും ഇപ്പം നമ്മൾ കിട്ടും. കബൂട്ടോളെ 2 പേരെ ഒറ്റ പോരിനാണ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഇച്ചിരി റെഡിഷ് ഷെയ്ഡ് വരുന്നത്, മറ്റേത് ഓറഞ്ച് ആയിരുന്നു. ഇത് കണ്ട് ഗോൾഡൻ ഷെയ്ഡ് വരുന്നത്. ഇനി വാമന ഗോൾഡൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അവനെ വിട്ടിട്ടുണ്ട്. ഫുൾ ഗോൾഡായിട്ട് വരുന്നൊരു സാധനം കേട്ടോ. അത് നമ്മൾ ആദ്യം കാണിച്ചാൽ കോഴിക്കാർപ്പിൻ്റെ ഒരേ ബാച്ചായിട്ട് വരുന്നു. അതൊക്കെ ഒരേ ടൈമിൽ എടുക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ തല കണ്ടില്ലേ, തല പൊട്ട് പോലെ റെഡ് ഷെയ്ഡ് കണ്ട കേട്ടോ. അവൻ്റെ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് അതിന് പറ്റിയൊരു സെറ്റും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതൊക്കെ അങ്ങനെ സ്പോട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ച നമ്മുടെ അനിയനാട്ടോ, നെവിൻ എന്നാണ് എൻ്റെ പേര്. പിന്നെ പലർക്കും നമ്മുടെ ചാനൽ അറിയിക്കും, കാരണം നമ്മൾ ചില ഷോർട്സിനകത്തൊക്കെ ഇവനെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവനാണ് നമ്മളെ സഹായിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ടാങ്ക് ഫുൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടാങ്ക് അത്യാവശ്യം ക്ലീനായി. മീനെല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കുക കേട്ടോ. കണ്ടില്ലേ.